ഗൈസ് വെൽക്കം ബാക്ക് ടു റോബോട്ട് ബ്ലോഗ്സ്. നമ്മൾ കളിക്കാൻ പോകുന്നത് കാർസ് എൽ പി എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ്. നമ്മൾ കാർസ് എൽ പിയിൽ ഒരു പുതിയ കാർ വാങ്ങാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഒരു കാറുണ്ട്. നമ്മൾ റിച്ച് അല്ല, റിച്ച് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ പോരായി ഞാൻ നിർത്തിയുള്ളൂ. ഈ ഒരു കാറിൽ എന്താ പറയില്ല, നമ്മളൊരു പോയിട്ടുണ്ട് നല്ല ഫുഡായിട്ട് നല്ല ഫുഡായിട്ട് തീരുന്നില്ല. ഒരു ഫാമിലി കാറുണ്ട്. ഫാമിലിയല്ല, കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനെ കാർ എടുക്കണം. പിന്നെ ഒരു റേസിംഗ് കാർ എടുക്കണം. അതിനൊക്കെ മതി നോക്കുന്നു. നമുക്ക് ഫസ്റ്റ് ഫാമിലി കാർ റേസിംഗ് കാർ എത്രയില്ല എന്ത് കളി. നമ്മളെ ഷോറൂം എന്താണ്? ഷോറൂമല്ല, ഗരാജാണ്. ഇവിടെ ഷോറൂമില്ലേ, ഡോൺലി ഗരാജ്. ഈ ഒരു ഏരിയ ഗരാജിൻ്റെ ഏരിയ, വിജയൻ്റെ ഏരിയ ഗരാജിൻ്റെ ഏരിയ. സിനിമയില്ലേ ഗിരിച്ച, ഡാഡി ഗിരിച്ച, മറ്റേ സിനിമ ഡാഡി ഗിരിച്ച, മറ്റേ ഇതില്ലേ ഗൈസ്, പുലിമുരുകൻ്റെ ഡാഡി ഗിരിച്ച. ദിവസം പോരട്ടെ 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 മതി. എടാ നിർത്തടാ, മതി ഓഫാക്ക്. നമ്മൾ സ്പോർട്സിൽ ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കണം. അയ്യോ, നമ്മളെ വണ്ടി ഇരിക്കുന്ന സെറ്റ് വണ്ടി. ഇവിടെ കാറ്, ആടെ ട്രക്ക്, ഇതൊന്നും രണ്ട് ഇതൊന്നില്ല. എന്തെല്ലോ ഞാൻ വാങ്ങിക്കുന്നു. നമുക്ക് ഓൾറെഡി വാങ്ങാറ് അതുകൊണ്ട് ഒരു സീനൊന്നുമില്ല. നമ്മൾ ഫ്രീ ആയിട്ട് ഇടുന്ന കാറാണ് ഈ സോങ്. അതായത് 3 ആഡ് കണ്ടാൽ 4 ആഡ് കണ്ടാൽ അങ്ങനെ വാങ്ങി. ഇതാണ് കേസ് എൻ്റെ പോളോ ജിഡി. പോളോ ഇത് ഡ്രിഫ്റ്റിങ്ങിന് പറ്റൂല, ഓഫ് റോഡിങ്ങിന് പറ്റും, റേസിങ്ങിന് പറ്റും, എന്തെങ്കിലും റാലിയോ എന്തെല്ലാം പറ്റും. നമുക്ക് ഫ്രീ കാർസും പോകുന്നു. ഇതൊരു സീറ്റുള്ള കാറാണല്ലോ. അയ്യ സെറ്റാണല്ലോ. ഇത് റേസിങ്ങിന് എത്രയാ? ഇതൊന്നിനും പറ്റൂല. റേസിങ്ങിന് ഷെഡ്യൂൾ ഡ്രിഫ്റ്റിങ്ങിനുള്ള പക്ഷേ അതൊന്നും മതി. ഇതാണ് ഗൈസ് എൻ്റെ കയ്യിലൊരു കാറിൻ്റെ സെറ്റ് സാധനം ഇത്. ഇതൊന്ന്, പിന്നെ ഇതൊന്ന് ഓഫ് റോഡിങ് കേട്ടോ. ഓഫ് റോഡിങ്ങിൻ്റെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യട്ടെ. ടെസ്റ്റ് ഡ്രൈവ് എൻ്റെ ഒരു ആഡ് കണ്ടു. ഓക്കെ, നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് ആഡ് കണ്ടിട്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട്. എന്താണ് വണ്ടി ഉണക്കിയിട്ട് ഗൈസ്. ഇത് റേസ് ചെയ്ത് ഉപയോഗിക്കാം. ഓഫ് റോഡ് മാത്രമല്ല, നമ്മൾ കാറ് നോക്കിയിട്ടുണ്ട്. കാറ് വാങ്ങില്ല, ഇതൊരു ഓഫ് റോഡ് കിട്ടാൻ പോലെ സിറ്റ് കാറാണ്. ഇങ്ങനത്തെ ഒരു കാറ് കയറിക്കണം എടുത്തേക്കാം. അതുപോലെ നമ്മളിപ്പം സംബന്ധിച്ചൊരു കാര്യം, ഒരു കാര്യം പറഞ്ഞു, കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിന് അങ്ങനെ ഒരു കാർ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു റേസ് വലിയ
ഇവരല്ല വണ്ടി വന്നതേ എല്ലാ ലാഭമല്ല അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈയാണ് ഗാരേജ് വീട്. ഞാൻ ഈ വണ്ടിയൊക്കെ വാങ്ങിയിട്ടായിരുന്നു. നമ്മൾ ഈ കാറ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ക്യാഷ് കൊടുക്കേണ്ടി വന്നു വരും. അതിന് ഇതാക്കുള്ള ക്യാഷ് സ്ട്രേറ്റ് പെട്രോൾ കണ്ടോ. 8 പെട്രോൾ ഉണ്ട്. ഒട്ടത് വിടറാ ചാടി പോലെ 8 പെട്രോൾ. ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട്. കറിയേ നമുക്കിവിടെ പോവാം. വീട്ടിലൊന്ന് പോകണം. പിന്നെ ഈ വീഡിയോ നമ്മൾ ഒരു കാറ് വാങ്ങാനുള്ളതായിരുന്നു. പക്ഷെങ്കിൽ ഇതിനകത്ത് ഡ്രാഗ് റേസ് സാധനം അതില്ലല്ലോ. അതെല്ലാം വേറെ വീഡിയോ നമ്മളങ്ങനെ ഈ കാറ് വാങ്ങിയിരിക്കും. ഒരു കൊല്ലക്കളി വരും. കാറ് വാങ്ങി കൊല്ലക്കല്ല പറയാ ചില പെട്രോൾ അടിയാൻ തീരാ പെട്ടി എടുക്കുകയും ചെയ്യും. ഫ്രീ റേസിനായിരുന്നു എടുക്കുന്നത്. അതൊക്കെ കുറെ നേരം റേസി. പെട്ടെന്ന് റേസ് ചെയ്യടാ. നമ്മൾ റേസ് പങ്കെടുത്തിട്ട് തോക്ക് കഴിച്ച അവൾ എന്തായാലും നോക്ക് എല്ലാത്തിനും റേസ് പഠിപ്പിക്കും. ഞാൻ എല്ലാം ആ വണ്ടി കാരണം മാത്രമാണ് സമയം പറ്റി. അടുത്താള് പിടിക്കേണ്ടി വരും. ഇപ്പോൾ എത്തിരാൻ പോകുന്നു. ഒരിക്കൽ ഒന്ന് ശരിയാക്കില്ല തിരിച്ചു പിടിക്കാൻ എനിക്ക് ഇത്ര കഴിയുന്നു. അത്രയ്ക്ക് പോലത്തെ റേസാണെങ്കിൽ പോലെ ഇരിക്കും. എടാ ഒരിക്കൽ ജയിക്കാൻ നമുക്ക് സെക്കൻഡേജിൽ പോകണം. സെക്കൻഡേജ് കൂടെ പോകണം. അങ്ങനെ അപ്പുറത്തെ അളവ് വരും. ഞാനിവിടെ എത്തിച്ചേരുന്നു. പറഞ്ഞിട്ട് അവന്മാര് ജയിച്ചു. പെട്രോൾ അടിക്കാൻ പറ്റില്ല. 100 നാടോ പെട്രോൾ അടിക്കാൻ പറ്റില്ല. പൈസ തരുമോ നോക്കട്ടെ. കിട്ടിയില്ല. അവൾ അടുത്ത റേസ് കുടിക്കും. അവൾക്ക് ഏതൊന്നും റേസ് കൊടുത്താലോ. ഡ്രാഗ് റേസ് ഉണ്ട്. ഉണ്ടോ
മറ്റേ എണ്ണ കയറേണ്ടി വരും. കണ്ടാ 50% പെട്രോൾ റേസിന് പങ്കെടുക്കേ. എന്താ ചെയ്യും? ഫ്രീ റീഫിൽ ചെയ്യേണ്ടി വരും. ഞാൻ ഫ്രീ റീഫിൽ ചെയ്യുന്ന അത് നമുക്ക് അല്ലെങ്കിൽ കാശില്ല. ഫ്രീ റീഫിലൊന്നും അതായത് വണ്ടി നോക്കണം. അത് ഉറപ്പാണ്. വണ്ടി പെട്രോൾ ചെയ്തിട്ടില്ല. വണ്ടി എടുത്ത വളർച്ച ഞാൻ പൈസ എത്ര വീട്ടിലേക്ക് വന്നു. വേറെ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് റേസിന് പറ്റില്ല. ഞാൻ പൈസ കൊണ്ട് ഫ്രീ റീഫിലേക്ക് റീഫിൽ ഫോർ ഫ്രീ. പക്ഷെ നമ്മൾ റീഫിൽ ചെയ്തിട്ടുണ്ട്. ഫ്രീ റീഫിലാണ് ചെയ്തത്. ഇപ്പം ഞാൻ വീട്ടിൽ റേസിന് കയറി വണ്ടി വരണം. പെട്ടെന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് വണ്ടി വന്നു. അതാണ് ഈ വണ്ടിയിൽ റേസിന് പോയിട്ട് പുതിയ മറ്റേ വണ്ടി അടിക്കട്ടെ. റേസിങ്ങിൻ്റെ ഒരു വണ്ടിയില്ല അവൻ്റെ. അതന്നെ ഞാൻ ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വണ്ടി എടുക്കണം. റേസിന് പോകേണ്ട പൈസയും കിട്ടൂല. സുഖമല്ലേട്ടാ? സുഖമല്ല. ഞാൻ നിങ്ങളെ വണ്ടി വെക്കാൻ വന്നു. വണ്ടി വാങ്ങിക്കെട്ടിട്ട് ഓക്കെ ഗൈസ് ഈസി റേസ് നമ്മൾ കയറിയിട്ടുണ്ട്. ഹാർഡ് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചത്തിട്ടുണ്ട്. ഇത് നമ്മളെ വൈബ് വണ്ടികളാണ്. സ്പോർട്സ് കാറിൻ്റെ വില നോക്കല്ലേ? അങ്ങനെ തന്നെ ഈ വില നോക്കിയിട്ടില്ല. ഓക്കെ, ഈ വില നോക്കിയില്ല. വണ്ടി എന്ന് റേസിംഗ് ഫസ്റ്റ് നമ്മക്കല്ല. അതാണ്ടി നമ്മക്കല്ല ഫസ്റ്റ് വണ്ടി. നമ്മക്കല്ല ഫസ്റ്റ് അടിക്കണം. ഓക്കെ, പെട്ടെന്ന് ഞാൻ ചവിട്ടി പിടിക്കില്ല. ഇടിച്ചാലും നിർത്തരുത്. വണ്ടി ഇടിച്ചാലും നിർത്തരുത്. ഈ വളവിലാണ് കഴിഞ്ഞ വളവിലാണ് നമുക്ക് പണിയിട്ട് ഇടിച്ചിട്ട് വന്നത്. വണ്ടി ഇടിച്ചാലും നിൽക്കാൻ പറ്റില്ല. നമുക്ക് പുതിയ വണ്ടി ഇറക്കണ്ടേ? ഇത് പെട്രോൾ പോയിട്ടുണ്ടേ. അപ്പോൾ ഇടിച്ചാൽ നിൽക്കാൻ പറ്റില്ല. വണ്ടി നമ്മൾ ഇടിച്ചാൽ പറഞ്ഞെങ്കിലും പോകണം. ഓക്കെ സെറ്റ് വിഷയമില്ല. പോകുമ്പോൾ വണ്ടി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും കഴിക്കുന്നു. ഒറ്റ മാത്രമുണ്ട് ഈ സംഭവം തന്നെ വെച്ച് പിടിക്കുന്നു. അതാണ് ബാക്കിടെ റിവേഴ്സ് എടാ പെട്ടെന്ന് എടുക്കുക. വണ്ടി എടുക്കുക. നമുക്ക് ജയിക്കണം. ഇതാ ഒരു വളം കൂടി ഉണ്ട്. പെട്ടെന്ന് വണ്ടി പെട്ടെന്ന് എടുത്ത് 140 എത്തിക്കോ. ഫിനിഷിംഗ് ലൈൻ നമ്മൾ ഫസ്റ്റ് വണ്ടി നമ്മൾ തിരിച്ചിരിക്കുന്നത്. നമ്മക്കടെ ഫസ്റ്റ് 500 ഉറുപ്പ്യ കിട്ടിയിട്ടുണ്ട്. ഇവന് ഫസ്റ്റ് കുറച്ച് പെട്രോൾ വാങ്ങി കൊടുക്കണം. പിന്നാണ് ഇത്ര കഷ്ടപ്പെട്ടില്ലേ. പിന്നെ കുറച്ച് പെട്രോൾ വാങ്ങി കൊടുക്കാം. എനിക്ക് പെട്രോൾ വേണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോകാം. ഫസ്റ്റ് പെട്രോൾ പമ്പ്. എന്നിട്ട് നമുക്ക് സ്ട്രൈറ്റ് വീട് വൈകിട്ടൊക്കെ സ്ട്രൈറ്റല്ല
ശരിക്കും നമുക്ക് വീട് ഇടിക്കണം. ഓക്കെ അമ്മേ എവിടെ ഇവിടെ വീടാണ് നമുക്ക് വാങ്ങണം. സഞ്ചിന്റെ പൈസ 500 ഉറുപ്പ്യ അടച്ചിട്ടുള്ളൂ. 576.50 579 ഉറുപ്പ്യ അടച്ചിട്ടുള്ളൂ. ടാക്സി ഓടിക്കാൻ കൂടാ വണ്ടി അങ്ങനെ ടാക്സി ഓടിക്കാനോ എനിക്ക് ഇവിടെ വണ്ടി ടാക്സി സെക്ടർ വിട്ട് ക്ലോസ് പക്ഷേ ടാക്സി ഓടിച്ചു ടാക്സി ഓടിച്ചാൽ സംശയമുണ്ട്. എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. അതിനേക്കല്ലേ ഇങ്ങനെ ടാക്സി സർവീസ് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ടാക്സി ഓടിക്കണം. ടാക്സി ഓടിക്കാൻ ഈ കാറില്ല വേണ്ട വേറെ കാറിൽ ടാക്സിക്കായിട്ട് ആ കാർ എടുത്തിട്ട് ടാക്സി ഓടിക്കണം ഇങ്ങനെ അല്ല. ഇത് അടുത്ത വീഡിയോ അതിൽ കുറച്ച് പറയാം. അടുത്ത വീഡിയോ അതാ ടാക്സി ഈ ഗെയിമിൻ്റെ ടാക്സി ഓടിക്കുന്നത്. അപ്പം ശരി എന്നാൽ ഞാൻ ഇവനോട് പെട്രോൾ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ചേട്ടൻ ഇറങ്ങട്ടെ. അതാണ് ബൈ ബൈ. എനിക്ക് പെട്രോൾ അടിച്ചു. ഓക്കെ ബൈ ബൈ.